അമ്മേ, എന്താ മോളെ? അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം. വീട്ടിലൊരു കാറുണ്ടല്ലോ. രാവിലെ ഈ നടത്തം നല്ലതാ. അതുകൊണ്ടാ. അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു മോളെ. അതെ അമ്മ. ആ, ഞാനങ്ങ് ചെല്ലട്ടെ. ആരാണോ? നിനക്കറിഞ്ഞൂടെ? ഇല്ല. നീ കണ്ടിരിക്കാനിടയില്ല. ഇതാണ് വിമൽ കുമാറിന്റെ അമ്മ. ആഹാ, ഇപ്പഴേ മണിയടിച്ച് വെച്ചോ. വലിയ ഭക്തിയാണെന്ന് വിമൽ പറയാറുണ്ട്. വാ. ആ, അർച്ചനെ, നീ ഭാഗ്യവതിയാണ്. എന്നേക്കാൾ ഭാഗ്യവതി നീ ആകുമായിരുന്നു. എത്ര പേരാ നിന്റെ പിന്നാലെ നടന്നത്. പ്രേമത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു. ഓ, പ്രേമം പോയി എവിടുന്ന്. നിനക്കെന്നോട് അസൂയാണല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് തൊട്ട് ദേവിയോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സദ്ഗുണസമ്പന്നനായ ഒരു യുവാവിനെ എന്റെ ആരാധനയ്ക്ക് ഭർത്താവായി ലഭിക്കാൻ. തുടങ്ങി അവളുടെ ഒരു പ്രസംഗം. നീ വാ. നേരം പോകുന്നു. എന്നിട്ടേ സോമനി, ഈ നേരം പുലർത്തുന്നത് തന്നെ നീയാ. ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വീട്ടിലും നാട്ടിലും എനിക്ക് ഒരു പണിയില്ല എന്ന് വിചാരിച്ച അങ്ങനെയാണോ? രാമകൃഷ്ണ, രാമകൃഷ്ണ, നേരം ഒരുപാടായി മോനെ. എഴുന്നേൽക്ക്. നേരത്തെ കോടതി പോണെന്ന് പറഞ്ഞില്ലേ? സമയം അത്രയ്ക്കൊന്നും ആയിട്ടില്ലമ്മേ. ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ. രാത്രി നീ ക്ലബിൽ നിന്ന് വന്നത് വളരെ വൈകിട്ടാ. മൂക്കറ്റം കുടിച്ചു കാണും അല്ലേ? അമ്മ ഉപദ്രവിക്കാനൊന്ന് പോകുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? എടാ മോനെ, നീ നിന്റെ ചേട്ടനും ഈ അമ്മയുടെ വയറ്റിൽ പറഞ്ഞവരാ. സ്വഭാവത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യത്യാസം ഞാൻ ഓർത്തുപോയതായിരുന്നു. അവനെ ചെറുപ്പത്തിലെ ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിച്ചോണ്ടായിരിക്കും അല്ലേ മോനെ? ആയിരിക്കും. ഡോക്ടറായി പിന്നെ ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കലേ നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അമ്മയ്ക്ക് വിഷമമുണ്ട്. ഇവിടെ തന്നെ മോന് സ്വന്തമായിട്ട് ഒരു നഴ്സിംഗ് ഹോം പണി തരാനാണ് അമ്മ ആലോചിക്കുന്നത്. അതുവരെ മോൻ കഷ്ടപ്പെട്ടാ മതി. മോളെ അമ്മണി, ആഹാ, മോൾ തനിച്ചു കുളിക്കായിരുന്നോ? വല്യമ്മച്ച കണ്ടില്ല. ഞാൻ വിചാരിച്ച സ്കൂളിൽ പോയി നേരായിരുന്നു. അത് ശരി. മോള് വേഗം കുളിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് വാ. നമുക്ക് കാപ്പി കുടിക്കാം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. നീ കാപ്പി കുടിക്കുന്നില്ലേ മോനെ? ഇല്ലമ്മേ, എനിക്ക് അല്പം ചെറുതയുണ്ട്. മോളെ എന്ന് കുമാര സ്കൂളിൽ കൊണ്ടുപോകും. എനിക്ക് നാട്ടിൽ സഹായം വേണ്ട. അതെന്താ മോളെ? കൊച്ചച്ഛൻ എന്നെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോടാ? ആ വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. കൊച്ചച്ഛൻ പറഞ്ഞത് മറക്കരുത്. എന്താ അത്? ഐസ്ക്രീം. അത് ശരി. ഗെറ്റ് ഔട്ട്. മരുന്നാണ് സാർ. ഗെറ്റ് ഔട്ട്. കുഞ്ഞ് തന്നേച്ചാണ് സാർ. പറയാൻ കേട്ടില്ലേ? ഗെറ്റ് ഔട്ട്. പുറത്തു പോകാൻ. ഒന്നും എവിടെയും കാണില്ല. ഇത് ലോയർ ഓഫീസാണോ? ഇത് ഞാനാണ് സാർ. ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ പോവില്ല. എനിക്ക് വേണ്ട ഫയലാണ്, ഇന്നത്തെ കേസിന്റെ ഫയൽ. എന്നാ ചെയ്യിക്കുന്നത്? ഈ മരുന്ന് കഴിച്ചാൽ ഫയൽ എവിടെയാണെന്ന് പറഞ്ഞുതരാം.
എവിടെ ഫയൽ? ഇന്നലെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് കൊണ്ടുപോയില്ലേ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ സാർ. ഓ ശരിയാണ്, കൊണ്ടുപോയതല്ല, രാജേന്ദ്രന്റെ കയ്യിൽ ഞാൻ തന്നെ കൊടുത്തതാണ്. എവിടെയാ മഹാകവി? എന്തോ ബസ്സുകാരത്ത് നിന്നപ്പോ താങ്കളെ കുറിച്ച് ഞാൻ എഴുതിയ വരികളാണ് കേട്ടോ. വഴിവക്കിൽ കാരുണ്യത്തിന്റെ മണ്ടരികൾക്കായി കൈനീട്ടുന്ന മനുഷ്യ, കോടതികളിൽ അന്യരുടെ അന്യായങ്ങളിൽ ജീവിതം തേടുന്ന ഞാനോ നീയോ ഭാഗ്യവാൻ. ഒരു തുള്ളി കരുണയ്ക്കു വേണ്ടി നീ എന്നുമേ വഴിവക്കിൽ ഇങ്ങനെ കാത്തിരിക്കും. ഒരു തരി നീതിക്കു വേണ്ടി ഞാൻ കോടതി മുറിയിൽ നിരന്തരം പോരടിക്കും. ഇവിടെ നീ ഇങ്ങനെ, അവിടെ ഞാൻ അങ്ങനെ, ഇരുവരും ഒരുപോലെ ഒരുപോലെ. കൊള്ളാം. കൊള്ളാം സാറേ, കൊള്ളാം. ഒരു കവിതയോ? അതോ 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 വൈകുന്നേരം കാണണം, ഞാൻ കാത്തിരിക്കും. അച്ഛന എന്നെ റോങ് നമ്പർ. ഇത് നിങ്ങൾക്കായിരിക്കും. എനിക്കോ? ഇറ്റ് ഇസ് ഫോർ യു. പ്രേമം അല്ലേ? നടക്കട്ടെ. മിസ്റ്റർ, ഇവിടെ വരണം. അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ ബ്രദർ ഡോക്ടർ വിമൽകുമാർ. ഇതിന്റെയൊക്കെ അർത്ഥം? മോള് അമ്മണി ചേട്ടന്റെ മകളാ. അവളുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അർച്ചനെ വലിയ ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ കാണണമെന്ന് പറയും. ഇടയ്ക്കിടെ അർച്ചനയോടൊപ്പം കാണാറുണ്ട്. ഈ ബന്ധം എങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് അറിയേണ്ടത്. അർച്ചനയും അമ്മയുടെ അമ്മയും വലിയ കൂട്ടുകാരികളായിരുന്നു. ചേട്ടത്തിയമ്മ ജീവിച്ചിരിക്കുമ്പോ അർച്ചന സാധാരണ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ചോദ്യത്തിന് മറുപടി ഉണ്ട് അല്ലേ? അർച്ചനെ, അർച്ചനെ, അകത്തേക്ക് കയറിയിരിക്കാം.
സാരമില്ല, അമ്മണി സ്കൂളിൽ എത്തിക്കണം. അർച്ചനെ, എന്റെ മകളായിരിക്കാൻ നിനക്ക് ഒരർഹതയുമില്ല. അച്ഛാ, അമ്മണി കയറി വന്നപ്പോ കൂടെ ആരാണെന്ന് നീ അന്വേഷിച്ചോ? അത് പിന്നെ ചെറിയച്ഛനാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചിരുത്തിയില്ല? അമ്മണി പോവാം. ആന്റി പിന്നെ വരാം. വരട്ടെ. യെസ് മോളെ, ബി ഫ്രാങ്ക് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. വിമൽ കുമാർ. എനിക്കിഷ്ടമായി. അതാണ് എന്റെ അച്ഛൻ. എനിക്കങ്ങോട്ടൊന്നും പറയേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ എന്റെ മനസ്സിലെ കുടിയേറി പാർത്തുകാരനെ അച്ഛൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിടിച്ച് പുറത്താക്കുന്നാണോ? ഇനി ഞാൻ വിചാരിച്ചാൽ പോലും അത് നടപ്പില്ല. ഇനി ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ എനിക്ക് വയ്യ. വിമൽ ഇനി അമ്മയോട് പറയാതിരിക്കുന്ന എന്താ? എന്റെ വിവാഹ കാര്യത്തെ കുറിച്ച് അമ്മ ആലോചിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലേ? അടുത്ത ദിവസം തന്നെ അത് സംഭവിക്കും. അപ്പൊ ഞാൻ പറയും. എന്ത്? എന്താ പറയേണ്ടത്? വിമൽ, വിവാഹത്തിന് എനിക്ക് ധൃതിയില്ല. പിന്നെ വിമലിന്റെ ജീവിതം എനിക്ക് സ്ഥാപിച്ചു കിട്ടാനാണ്. അതിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. വിമൽ, പറയൂ. ജീവിതത്തിൽ മനുഷ്യന് വിലമതിക്കാൻ കഴിയാത്ത അവസ്ഥകളില്ലേ? തീർച്ചയായും. നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയും.